നമസ്കാരം. ബേബികൾ അങ്ങനെ 23rd റിലീസാവുകയാണ്. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടത് ബേബികളിലായിരുന്നു. ബോബി സഞ്ജയ് ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബേബികളുടെ. ഞാൻ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് എടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, മുമ്പും ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ്. കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബികൾ തന്നെയാണ്. ഇതിൻ്റെ കഥയും ഈ ബേബികളുമാണ് ഇതിൻ്റെ മെയിൻ. ബാക്കിയെല്ലാം നമ്മളതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും എല്ലാമാണ്. അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിനെ പറ്റിയുള്ള ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണം തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബേബികൾ ചെയ്യാന്നുള്ളത്. ഈ സിനിമയുടെ പിന്നിലൊരു കോസ് ഉണ്ട്. അതെല്ലാം നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ എന്താകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. അരുണാണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 23-ാം തീയതി വരുന്നത്. പക്ഷേ എല്ലാ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല. അത് നിങ്ങൾ സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പരിപാടി, ട്രാക്ക് മാറ്റുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കരിയറിൻ്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തും. അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എന്നിലേക്ക് കഥ എത്തുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിൻ്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള. അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം 23-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മളുടെയും ഡിസിഷൻ. ട്രാവൽ കറക്റ്റായിരുന്നോ എന്ന് അറിയാം. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ, എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ്. പക്ഷേ ഈ സിനിമ കുറച്ചും കൂടി പേഴ്സണലാണ്. പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു 23-ാം തീയതി. എല്ലാവരും കാണുക. എന്നിട്ട് ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നമ്മളെ തിരുത്താനും നമ്മളോട് പറയാനൊക്കെ. കാരണം ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും എന്ത് തോന്നിയാലും പറയുക എന്നാണ് പറയുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജനുവരി 23-ന് ബേബികൾ റിലീസ് ചെയ്യാണ്. സഞ്ജയ് ചേട്ടൻ ആദ്യമായിട്ട് ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത സമയം തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിലുള്ള എല്ലാവരും ഇപ്പോൾ ലിമിൻ ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇതിലങ്ങനെ ഒരു നായിക അല്ലെങ്കിൽ നായകൻ അങ്ങനെയല്ല. ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അതേപോലെ ഇതിൽ ബേബികളിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് അത്രത്തോളം ആവശ്യമുള്ളൊരു സിനിമയും കൂടിയായിരുന്നു.
അതെല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.